ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ഒരു കഥ പറയാം. അതായത് റിക്ക് ആൻഡ് മോർട്ടി എന്ന് പറഞ്ഞിട്ട് സീരീസ് ഉണ്ട്. അതിൽ സീസൺ 2 എപ്പിസോഡ് 6 റിക്കിൻ്റെ കാറ് കേടാവും. നോക്കുമ്പോൾ ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആണ് കാറ് കേടാവാനുള്ള റീസൺ. അപ്പോൾ റിക്കും മോർട്ടിയും കൂടെ ഷ്രിങ്ക് ചെയ്ത് ഈ കാർ ബാറ്ററിയുടെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ നോക്കുമ്പോൾ ഈ കാർ ബാറ്ററിയുടെ ഉള്ളിൽ റിക്ക് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആൾക്കാരും ഉണ്ട്. അപ്പോൾ മോർട്ടി ചോദിക്കും, ഇത് സ്ലേവറി അല്ലേ, അതായത് റിക്കിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ യൂസ് ചെയ്യലല്ലേ എന്ന്. അപ്പോൾ റിക്ക് പറയും, ഇത് സ്ലേവറി അല്ല, അവർക്ക് കാശ് കിട്ടുന്നുണ്ട്, അതുപോലെ ഉണ്ടാവുന്ന എനർജി കുറച്ച് ഇവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്ക് കൊടുക്കണമുണ്ട്. അവർ സന്തോഷത്തിലാണ്, അവർ ഫാമിലി ആയിട്ട് കഴിയുന്നുണ്ട്, കുട്ടികളുണ്ടാവുന്നുണ്ട്. ഇവർ മരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഈ ജോബ് ടേക്ക് ഓവർ ചെയ്യും, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊരു ഹയർ പർപ്പസായ റിക്കിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യണത് ഇവർ ചിന്തിക്കണില്ല. കാരണം ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, എനർജി കിട്ടണമുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പൈസയും കിട്ടുന്നുണ്ട്. അപ്പോൾ റിക്ക് ഇതെന്താ ബാറ്ററി ചാർജ് ആവാത്തതെന്ന് നോക്കി പോകുമ്പോൾ ഈ യൂണിവേഴ്സിൽ, റിക്ക് ഉണ്ടാക്കിയ യൂണിവേഴ്സിൽ ഒരു സയൻറ്റിസ്റ്റ് വേറെ രീതിക്ക് പവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സയൻറ്റിസ്റ്റ് ഈ പവർ അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ റിക്കിൻ്റെ പരിപാടി നടക്കണില്ല. അപ്പോൾ റിക്ക് ഈ സയൻറ്റിസ്റ്റിനെ കാണുമ്പോൾ ഈ സയൻറ്റിസ്റ്റ് റിക്ക് ഉണ്ടാക്കിയ പോലെ ഒരു വേറെ യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അതിൽ നിന്ന് പവർ എടുത്തിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ റിക്കും ഇയാളും തമ്മിൽ, ഈ പുതിയ സയൻറ്റിസ്റ്റും തമ്മിൽ വൻ അടിയാവും, കാര്യങ്ങൾ നടക്കും. ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ സയൻറ്റിസ്റ്റ് മനസ്സിലാക്കുകയാണ് റിക്കിൻ്റെ കാർ ബാറ്ററിക്കുള്ള എനർജി നൽകലാണ് ഇവരുടെ ഹയർ പർപ്പസ് എന്ന് മനസ്സിലാക്കുകയാണ്. ഇതറിഞ്ഞ വഴിക്ക് ഇവർ തമ്മിൽ വൻ അലമ്പായതിനു ശേഷം റിക്ക് പുറത്തേക്ക് വരും. റിക്ക് പുറത്തേക്ക് വരുമ്പോൾ മോർട്ടി വിചാരിച്ചത് ഇവർ ഈ പരിപാടി നിർത്തിയെന്ന്, അതായത് പവർ ജനറേഷൻ നിർത്തിയെന്ന്. കാരണം ഈ സയൻറ്റിസ്റ്റ് അറിഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ റിക്ക് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാർ സ്റ്റാർട്ടാവും. അപ്പോൾ മോർട്ടി റിക്കിനോട് ചോദിക്കും. അപ്പോൾ റിക്ക് പറയും, ആ സയൻറ്റിസ്റ്റിന് അത് അറിയായിരുന്നു, പക്ഷേ സയൻറ്റിസ്റ്റ് അത് പറയില്ല അവിടുത്തെ ആൾക്കാരോട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഈ പണി നിർത്തും. അപ്പോൾ റിക്കിൻ്റെ ഓപ്ഷൻ എന്താ, റിക്ക് ഈ ബാറ്ററി മൊത്തം മാറ്റും. അപ്പോൾ അവരുടെ സയൻറ്റിസ്റ്റിൻ്റെ യൂണിവേഴ്സിനുള്ള പരിപാടി തീർന്നു. അപ്പോൾ പിന്നെ അവരത് ഇവഞ്ച്വലി ഡേൽ ഡൈ ഔട്ട്, അവർ മരിച്ചു പോവും, അല്ലെങ്കിൽ ഒരു പർപ്പസ് ഇല്ലാണ്ടാവും അവർക്ക്. അപ്പോൾ ഈ സയൻറ്റിസ്റ്റ് മിണ്ടാണ്ടായി, അവിടുത്തെ ആൾക്കാരോട് പറയാണ്ടായി ഇതാണ് നിങ്ങളുടെ ഹയർ പർപ്പസ് എന്ന്. ആൾക്കാർ പഴയ സിമുലേഷൻ എന്നുള്ള രീതിക്ക് തന്നെ വർക്ക് ചെയ്ത് തുടങ്ങി, അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ നടന്നുകൊണ്ട് സയൻറ്റിസ്റ്റ് മിണ്ടാണ്ടായി. പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതമായിട്ടൊന്നും ബന്ധങ്ങളൊന്നുമില്ല, നമ്മൾ സിമുലേഷനിലൊന്നുമല്ല. കാരണം നമ്മളാണല്ലോ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കണത്. അതുപോലെ നമുക്കറിയാലോ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ, അല്ലേ?